രാജ്യത്ത് പുതിയ ഫാസ്ടാഗ് നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ടോൾ മാനേജ്മെന്റിനുള്ള മാർഗനിർദ്ദേശങ്ങളിലെ മാറ്റങ്ങൾ ഉൾപ്പെടെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിയമങ്ങളിൽ വലിയ മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്. വാഹനങ്ങളിലെ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഇടപാട് നടത്താനാകില്ല. ബാലൻസ് ഇല്ലാതിരിക്കുക, KYC പൂർത്തിയാകാതിരിക്കുക, ചേസിസ് നമ്പറും വാഹനത്തിലെ രജിസ്റ്റർ നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാം. ടോൾ ബൂത്ത് എത്തുന്നതിന് 60 മിനിറ്റ് മുമ്പ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഫാസ്ടാഗ് സ്കാൻ ചെയ്ത് 10 മിനിറ്റിന് ശേഷമാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിലും ഇടപാട് റദ്ദാക്കപ്പെടുന്നതായിരിക്കും. ടോൾ പ്ലാസ കടന്ന് 10 മിനിറ്റിന് ശേഷം റീചാർജ് ചെയ്താൽ ഈടാക്കിയ പിഴ ഒഴിവാക്കാവുന്നതാണ്. നിയമം ലംഘിക്കുന്ന വാഹന ഉടമകളിൽ നിന്ന് സാധാരണ ടോൾ നിരക്കിന്റെ ഇരട്ടി എന്ന നിലയിലായിരിക്കും പിഴ ഈടാക്കുക. രാജ്യത്തെ ടോൾ ബൂത്തുകളുടെ വികസനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് പുതിയ ഫാസ്ടാഗ് നിയമമെന്ന് NPCI അറിയിച്ചു. രാജ്യത്തുടനീളം സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്ര ഉറപ്പാക്കാൻ ഫാസ്ടാഗിൽ വേണ്ടത്ര ബാലൻസ് നിലനിർത്തുകയും KYC വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും വേണമെന്ന് അധികൃതർ അറിയിച്ചു. ഓരോ തവണയും ബാലൻസ് നോക്കി റീചാർജ് ചെയ്യുന്നതിന് പകരം ലൈഫ് ടൈം ഹൈവേ പാസ് ആരംഭിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഇതിലൂടെ 15 വർഷത്തേക്ക് ഒറ്റത്തവണ പേയ്മെന്റ് നൽകി ഫാസ്ടാഗ് എടുക്കാൻ സാധിക്കുന്നതാണ്. 30,000 രൂപയാകും ഇതിനായി ഈടാക്കുക. 3,000 രൂപ നൽകി 1 വർഷത്തേക്കുള്ള പാസും എടുക്കാവുന്നതാണ്.